കടുപ്പം കൂട്ടി ചായ ആരടെ പറഞ്ഞ ദാ വെച്ചിരിക്കണം. 6 മുമ്പ് എടുത്ത് കുടി. അല്ല ഇതാര്? ഐൻസ്റ്റീൻ അണ്ണനാ? വരി, നല്ല കടുപ്പത്തിൽ ചായ ഇടട്ടാ. ഓ എടുത്തോളൂ, നല്ല ചൂട് ചായ. ഇത് വഴി പോയപ്പോ ചായ കുടിക്കാൻ ഒരു പൂതി, അങ്ങനെ പോന്നതാ. അല്ല ഐൻസ്റ്റീൻ അണ്ണാ, ഈ =MC² എന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിജീവിയാണ് നിങ്ങളെന്നാണല്ലോ കേൾവി. ഒന്ന് പറഞ്ഞല്ലോ, ആപേക്ഷികതാ സിദ്ധാന്തം എന്തരെന്ന്? അതിനെന്താ? ഇപ്പൊ നീ ആ തിളച്ച വെള്ളത്തിൽ കൈയിട്ടാൽ 1 മിനിറ്റ് എന്നത് 1 മണിക്കൂർ പോലെ തോന്നും. പക്ഷെ മൊബൈലിൽ ഗെയിം കളിച്ചിരുന്നാൽ 1 മണിക്കൂർ എന്നത് 1 മിനിറ്റ് പോലെ തോന്നും. ഇതാണ് റിലേറ്റിവിറ്റി. തേഞ്ഞ് ഇയാൾ എന്ത് തേങ്ങയായി പറയണേ? ഓഹോ, അങ്ങനെ ഇപ്പൊ മനസ്സിലായി. ശരിയണ്ണ, കുടിച്ചു തീർന്ന ചായ? ചായക്ക് 12 രൂപട്ടാ, ഗ്യാസ് വില കൂടി. നിന്റെ ചായയിലും ഞാനൊരു റിലേറ്റിവിറ്റി കാണുന്നു. 1 സിപ്പ് കുടിച്ചപ്പോൾ 1000 സിപ്പ് കുടിച്ച പോലെ. അതായത് ആദ്യത്തെ മടക്ക് കുടിച്ചപ്പോഴേ ആശാന് മടുത്ത്, ചായ ബാക്കി വെച്ചപ്പോഴേ എനിക്ക് തോന്നി. സയൻറ്റിസ്റ്റുകൾ സയൻസ് വെച്ച് തగ్గടിക്കണ ആദ്യമായിട്ടാണ് കേൾക്കണം. എന്തായാലും റിലേറ്റിവിറ്റി, ബൈറ്റബിലിറ്റി അതെന്തിനെന്ന് എനിക്ക് തിരിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് തിരിഞ്ഞ